ആരോഗ്യമില്ലാത്ത ആയുർദൈർഘ്യമാണത്. ആയുർദൈർഘ്യം കൂടി എന്നുള്ളത് വാസ്തവമാണ്. ജപ്പാൻ എല്ലാ വെല്ലുവിളികളെ അതിജീവിച്ച ഒരു രാജ്യമാണ്. നമ്മൾ എഴുതിത്തള്ളിയതാണ്, ലോകരാജ്യങ്ങൾ എഴുതിത്തള്ളിയ ഒരു രാജ്യമാണ് ജപ്പാൻ. കാരണം ഈ അണുബോംബ് വീണതോടുകൂടി ഒരു രാജ്യം ഭൂമുഖത്തു നിന്നില്ലാതെ, പക്ഷേ ഇന്ന് ഈ എത്രയോ വലിയ വളർച്ചയാണ്. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് ജപ്പാനിൽ പോയിട്ട് വന്ന് പറഞ്ഞത്, അദ്ദേഹം അവിടുത്തെ ഒരു മാസത്തെ ഒരു പരിശീലനത്തിന് പോയതാണ്. അദ്ദേഹം തിരിച്ചു വന്നപ്പോൾ വളരെ ക്ഷീണിതനാണ്. അത്ര വലിയ ആരോഗ്യസ്ഥിതിയിൽ നമ്മൾ ഒരാൾ പുറത്ത് പോയിച്ച് വരുമ്പോൾ നമ്മുടെ ഒരു മനസ്സിലുള്ളത് അദ്ദേഹം ഒന്ന് കുട്ടപ്പനായി വരും, ഒന്ന് മിനുങ്ങി വരുമെന്നാണ്. പക്ഷേ ഇത് നേരെ തിരിച്ചാണ് സംഭവിച്ചത്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഈ അച്ചിലിട്ട് വലിക്കുക എന്നൊക്കെ പറയുന്നതല്ലോ നമ്മുടെ നാട്ടിൽ പറയുള്ളൂ എന്ന് പറഞ്ഞോലായി. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്ത് പറ്റി? അതൊന്നും പറയണ്ട. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടുത്തെ ഒരു രീതി തന്നെ നമ്മുടെ രീതിയല്ല. എന്താ സംഭവം? രാവിലെ ഈ പരിശീലന പരിപാടികൾ തുടങ്ങുക അല്ലെങ്കിൽ ക്ലാസ്സുകൾ തുടങ്ങുക എന്ന് പറയുന്നതിന് മുമ്പ് 1 മണിക്കൂർ സമയം പാടത്ത് പണിയെടുക്കണം. എന്തെങ്കിലും പ്രവർത്തികളിൽ ഏർപ്പെടാതെ അവിടെ ഒരാൾക്കും ജീവിക്കാനൊക്കത്തില്ല. കാരണം അതൊരു ജീവിതചര്യയുടെ അല്ലെങ്കിൽ അത് ആ രാജ്യത്തിൻ്റെ നിയമത്തിൻ്റെ ഭാഗമാണ്. കുട്ടികൾ പോലും ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് 1 മണിക്കൂർ സമയം അവർ മണ്ണിലിറങ്ങി എന്തെങ്കിലും അധ്വാനിച്ചേ മതിയാകും. ആ അധ്വാന സംസ്കാരത്തോട്, അലസത വെടിയുന്നതിനോട്, പ്രത്യുൽപാദനപരമായ ഏതെങ്കിലും ഒരു പ്രവൃത്തിയിൽ ഏർപ്പെടുന്നതിലേക്കൊക്കെ നമ്മളെ അറിയാതെ കൂട്ടിക്കൊണ്ടുവരികയാണ്. ഇപ്പം ആലോചിച്ച് നോക്കൂ, ആ രീതിയിലേക്ക് കുട്ടിക്കാലം മുതൽ കാരണം അവിടെ നമ്മളിപ്പോൾ അതിന് സ്വദേശിവൽക്കരണം അല്ലെങ്കിൽ രാജ്യത്തോടുള്ള സ്നേഹം എന്നതിനൊക്കെ അപ്പുറത്ത് ആ മനുഷ്യൻ്റെ നിർമ്മിതിയിൽ വളരെ കുഞ്ഞു പ്രായം മുതലേ അവർ കൈവെക്കുകയാണ്. ഇങ്ങനെയാണ് വളരേണ്ടത്. ഇപ്പം വൈറ്റമിൻ ഡി വില കൊടുത്ത് ഏറ്റവും കൂടുതൽ വാങ്ങുന്നത് നമ്മളാണ്, വൈറ്റമിൻ ഡി. പക്ഷേ അത് സൂര്യപ്രകാശത്തിൽ ശരീരം സ്വയമേവ ഉൽപ്പാദിപ്പിക്കണം. പക്ഷേ സൂര്യപ്രകാശം കൊണ്ടാലല്ലേ, വെയിലത്തിറങ്ങുകയും എന്തെങ്കിലും അധ്വാനിക്കുകയും ഒക്കെ ചെയ്തെങ്കിലല്ലേ സൂര്യപ്രകാശം കൊള്ളുകയുള്ളൂ. ആ സൂര്യപ്രകാശം തരുന്ന വൈറ്റമിൻ ഡി കാശ് കൊടുത്ത് കടയിൽ നിന്ന് വാങ്ങുന്ന അവസ്ഥയിലേക്ക് ഏറ്റവും കൂടുതൽ വാങ്ങുന്നത് നമ്മളാണ്. എല്ലാം പണം കൊടുത്താൽ കിട്ടും. എല്ലാം പണം കൊടുത്ത് വാങ്ങുന്ന ഒരു അടുക്കള പൂട്ടി എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ അപകടം. അടുക്കള പൂട്ടി 3 നേരവും കഴിയുമെങ്കിൽ പുറത്തുനിന്ന് ഭക്ഷണം വാങ്ങുന്ന ഒരു സംസ്കാരത്തിലേക്ക് മലയാളി മാറി. അപ്പോൾ അത് ഇപ്പം നമ്മൾ ഈ പുറത്ത് കാണുന്ന ആരോഗ്യമല്ല. ഇപ്പം ആയുർദൈർഘ്യത്തിൽ കൂടുതൽ സംഭവിച്ചിട്ടുള്ളതൊക്കെ ശരിയാണ്. പക്ഷേ എത്ര പേർക്ക് ആ ആരോഗ്യത്തോടു കൂടി ജീവിക്കാൻ കഴിയുന്നു? മാനസികമായ ആരോഗ്യവും ശാരീരികമായ ആരോഗ്യവും ഇല്ലാതെയാണ് ഈ ആയുർദൈർഘ്യം കൂടിയതെന്ന് പറയുന്നത്. അതിലർത്ഥമില്ല. അപ്പോൾ നമ്മൾ മറ്റ് രാജ്യങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ പ്രവൃത്യുന്മുഖമാകണം, ഒന്ന് മണ്ണിലിറങ്ങണം. ഇപ്പം നമ്മുടെ കുട്ടികളെപ്പോലും നമ്മൾ വീടിനകത്ത് പോലും സോക്സ് ഇടിയിച്ചാണ് വളർത്തുന്നത്. അപകടകരമായ കാര്യമല്ലേ? അവനൊന്ന് മണ്ണിൽ ചവിട്ടട്ടെ. അവൻ എന്താണ് ഈ പയർ, എന്താണ് പാവൽ, എന്താണ് മണ്ണിൽ നടക്കുന്ന പ്രക്രിയ, എന്താണ് വളമിടുന്നത്, ഇതൊക്കെ അറിഞ്ഞു വളർന്ന ഒരു തലമുറയ്ക്ക് ശേഷം ഇപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളെ മണ്ണിലിറക്കാൻ അനുവദിക്കുന്നില്ല. ഈ വളം കടിക്കുക എന്ന് പറയുന്ന ഒരു അസുഖം ഉണ്ടായിരുന്നു പണ്ട്. ഇപ്പോൾ ഒരുപക്ഷെ ഇപ്പോൾ പുതിയ കുട്ടികളോട് വളം കടിക്കുക എന്ന് പറഞ്ഞാൽ അവർ ചോദിക്കും, അതെന്ത് കടിയാണെന്ന് ചോദിക്കും. അങ്ങനെ ഒരു കടിയുണ്ടോ? ഈ തിന്നുകയും കഴിക്കുകയും ചെയ്യുന്ന കടിയോടൊപ്പമുള്ള കടിയെക്കുറിച്ച് അവർക്കറിയൂ. വളം കടിക്കുക എന്ന് പറയുന്നത് നമ്മൾ ഈ മഴക്കാലത്ത് മണ്ണിലിറങ്ങുകയും ചെരുപ്പിടാതെ ഇറങ്ങിയിട്ട് ഈ ഉണ്ടാകുന്ന അസുഖമാണത്. അന്ന് നമ്മൾ ചെയ്തിരുന്ന ഒരു കാര്യമുണ്ട്. ഒരു ചരടെടുത്തിട്ട് അല്ലെങ്കിൽ ഒരു നൂലെടുത്തിട്ട് ആ വിരൽ വരിഞ്ഞു മുറുക്കി കെട്ടിയിട്ട് ഒരു സൂചി കൊണ്ട് ഒന്ന് കുത്തും. അതിൻ്റെ ഒരു സുഖമുണ്ടല്ലോ, അത് അതുകൊണ്ടല്ല ഈ ചൊറിച്ചിൽ മാറുന്നത് കാലിൻ്റെ, പക്ഷേ അത് തരുന്നൊരു സുഖമുണ്ട്. അപ്പോൾ മാത്രമല്ല, ഈ മെഡിക്കൽ സ്റ്റോറിൽ നിന്നും ആശുപത്രിയിൽ നിന്നും കിട്ടുന്ന ഒരു നീല നിറത്തിലുള്ള ഒരു മരുന്നുണ്ട്. അത് പുരട്ടിയിട്ടാണ് അന്ന് സ്കൂളിലൊക്കെ വരുന്ന ഏതാണ്ട് 90% കുട്ടികളും വളം കടിച്ച് കാലിൽ ഈ മരുന്ന് പുരട്ടിക്കൊണ്ടാണ് വരുന്നത്. ഇന്ന് എത്ര കുട്ടികൾ, ഇപ്പം ആർക്കും വളം കടിക്കണമെന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, പക്ഷെ മണ്ണിലിറങ്ങുന്നില്ല നമ്മുടെ കുഞ്ഞുങ്ങൾ. അതൊരു സത്യമാണ് ഞാൻ ഈ പറയുന്നത്. അത് ഒട്ടും അതിശയോക്തി കലർന്ന് പറയല്ല. മണ്ണിലിറങ്ങണം കുട്ടികൾ. നമ്മുടെ കുട്ടികൾക്ക് ചന്ദ്രയാനെക്കുറിച്ചറിയാം, എല്ലാ പുതിയ സാങ്കേതിക വിദ്യകളെക്കുറിച്ചും അറിയാം. ഇപ്പം ഒരു 4 വയസ്സുള്ള കുഞ്ഞിൻ്റെ കയ്യിൽ ഏറ്റവും പുതിയ മൊബൈൽ കൊടുത്തിട്ട് അതിലെ എല്ലാ സംവിധാനങ്ങളെക്കുറിച്ചും സാങ്കേതികത്വത്തെക്കുറിച്ചും ആ കുഞ്ഞ് നമ്മളെ വേണമെങ്കിൽ പഠിപ്പിച്ചു തരും. പക്ഷേ അവനൊന്നും അറിയുന്നില്ല. എന്താണ്? ഒരു ചന്ദ്രയാനെക്കുറിച്ചെല്ലാം അറിയുന്ന കുഞ്ഞ് ഒരു പൗർണമി ദിവസം, ഒരു പൂർണ്ണചന്ദ്രൻ ഉദിക്കുന്ന ദിവസം വീടിൻ്റെ മുറ്റത്തിറങ്ങി മുകളിലേക്ക് നോക്കി യഥാർത്ഥ ചന്ദ്രനെ കാണുന്നില്ല. അവൻ കാണുന്നത് ഗൂഗിളിലെ ചന്ദ്രനെയാണ്. ആ വ്യത്യാസം ജീവിതത്തിലുടനീളം ഉണ്ടായി. എന്ന് വെച്ചാൽ യാഥാർത്ഥ്യ ബോധമില്ലാത്ത ഒരവസ്ഥയിലേക്ക് നമ്മുടെ തലമുറ മാറുന്നു. അത് അവരെ മോശക്കാരായിട്ടല്ല, അവരെ എല്ലാം മിടുമിടുക്കരാണ്, നമ്മളെക്കാളൊക്കെ നല്ല ഐക്യമുള്ള കുട്ടികളാണ്. പക്ഷെ അവരെ ഒന്ന്
ജപ്പാനിൽ നടക്കുന്നത് പോലെ മറ്റ് വിദേശ രാജ്യങ്ങളിലെ പോലെ ഒന്ന് മണ്ണുമായി പ്രകൃതിയുമായി ജീവിതവുമായി ചേർത്ത് നിർത്തുവാനും സമരസപ്പെടുത്തുവാനും നമുക്ക് കഴിയണം. അവിടെയാണിപ്പോൾ അങ്ങ് പറഞ്ഞതിൻ്റെ പൊരുൾ.